അസ്സലാമലൈക്കും എല്ലാവർക്കും ന്യൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചാലോ. ചെറിയൊരു വീഡിയോ പറഞ്ഞാൽ ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് വേഗം ഒരു തൈര് കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ തൈര് മാത്രം മതി കേട്ടോ. അപ്പോൾ തൈരൊക്കെ അധിക ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവും, മക്കൾക്ക് കൂട്ടി കഴിക്കാനായിട്ടും ബിരിയാണി വെക്കാനായിട്ടൊക്കെ ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളത് കാരണം തന്നെ എല്ലാവരുടെ വീട്ടിലും തൈര് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്താ, ഞാനൊരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2-3 തണ്ട് കറിവേപ്പ്, ഒരു 3 ചെറിയ തക്കാളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാന് ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ചേർത്തെടുക്കാം. ഉലുവ ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുകും കൂടെ ചേർത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉലുവയും മൂപ്പായിട്ടുണ്ട്, കടുകും പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ തക്കാളി ആയതുകൊണ്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തൈരൊക്കെ എത്രത്തോളം ചേർക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് 2-3-4 വലിയ കുറച്ചധികം തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 2 തക്കാളി, വലിയ തക്കാളി നിന്ന് 2 തക്കാളിക്ക് മതിയാവും കേട്ടോ. ഇത് ചെറിയ തക്കാളി, അതൊരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് തക്കാളി. അതുപോലെ നമ്മൾ പച്ചമുളകൊക്കെ മൂപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെറിയ തീയിൽ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വരുന്നും വേണ്ട, ഒരു ചെറിയ തിള വരുന്നോട് കൂടി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കാരണം തൈര് നല്ല തിക്കായി നിൽക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് തിളപ്പിച്ചെടുക്കരുത്. അത് തിള വന്നിങ്ങനെ ചൂടായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ തിളങ്ങനെ ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത്രേ പണിയുള്ളൂ നമ്മളെ തൈര് കറിക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. തക്കാളി ആയാലും പച്ചമുളകായാലും കറിവേപ്പിലായാലും എല്ലാം നമ്മളെ വീട്ടിലുള്ളതാണ്. പിന്നെ തൈരും എല്ലാവരും വീട്ടിലും അധികവും ഉണ്ടാകുന്ന സാധനം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് രുചിയേറുന്ന ഒരു കറി നമുക്ക് വേഗം ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. മറക്കാതെ എല്ലാവരും ചെയ്യണം. ചെയ്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.